ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ പ്രിയപ്പെട്ട കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, പ്രജോദ് ചേട്ടാ ആൻഡ് ബിജുക്കുട്ടൻ ചേട്ടാ. നമസ്കാരം. നമസ്കാരം. ഉഷാറല്ലേ? കൂടുതൽ ഉഷാറാക്കാൻ മുതുകുളത്തുനിന്ന് ഹരിതകർമ്മ സേനയിലെ ചേച്ചിമാരും ഉണ്ട്. അപ്പം ഡബിൾ ഉഷാർ, എക്സ്ട്രാ ഉഷാറിന് വേണമെങ്കിൽ ഒരു സ്കിറ്റ് എടുക്കട്ടെ. ടീം പത്തനംതിട്ട ഒരു ചെറിയ ഇടവേളയ്ക്ക് തിരിച്ചു വരുന്നു. ഹരി, സുഹിത്ത്, രാജ് കൊട്ടാരത്തിൽ അടിക്കായി. പഴയ ഒരു ശിഷ്യനും ആശാനും ഉണ്ടായിരുന്നു. അവർ പല പല പരിപാടികൾ നടത്തി. ഒരു മരുന്ന് കച്ചവടം നടത്തി, അത് പൊളിഞ്ഞു. പിന്നീട് സർക്കസും കൊണ്ട് ഇറങ്ങി, അതും പൊളിഞ്ഞു. ഇപ്പം പുതിയൊരു പദ്ധതിയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്തുവാണെന്ന് അറിയണ്ടേ? കൊള്ള സങ്കേതം. അതെന്തോ ആവോ എന്തോ, നമുക്ക് കണ്ടറിയാം. എന്റെ ദൈവമേ, ഒരു കൊള്ള സങ്കേതം കിടക്കുന്ന കിടപ്പ് കണ്ടോ? തൂത്തട്ടുമില്ല, വാരിയില്ല. എങ്ങനെ ഒരുത്തനെ ഇവിടെ പിടിച്ചോണ്ട് വരും? ഞാൻ പറഞ്ഞ എന്നാ ഒരു വേലക്കാരിയെ വെക്ക്. അത് പറ്റത്തില്ല, എന്നെ അങ്ങാർക്ക് വിശ്വാസമല്ല. ഇപ്പം എന്നോട് പറയാണ് ക്രിസ്മസ് വരുവാണ്, ക്രിസ്മസ് ട്രീ ഒരുക്കണം. അതാണ്ട് ഇത്, അത് കൊള്ള സങ്കേതമായതുകൊണ്ട് ഇതിനകത്ത് വെടിയുണ്ടേയും തോക്കും ഒക്കെ കെട്ടി അത് ഞാൻ ചെയ്യും. അങ്ങാരുടെ കൂട്ട് വിവരക്കേട് ഞാൻ ചെയ്യും. അത് ഞാൻ ചെയ്യത്തില്ല. പക്ഷെ പുള്ളിക്ക് എപ്പോഴും ഒരു ശീലമുണ്ട്. കണി കണ്ടിട്ടേ പുള്ളി ഇങ്ങോട്ട് ഇറങ്ങി വരും. ഇനി അതിന് എന്തോ ഞാൻ നോക്കട്ടെ. ഇപ്പം വിളിക്കുമെന്നെ. മോഹനാ, കണി റെഡിയാന്നോ? ആ ആണേ. എന്നാ കണിയും കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ വരുവാ. ഞാൻ കണ്ണു തുറക്കട്ടെ? തുറന്നോ. ദൈവമേ, ചീറ്റി. എടാ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കണി കാണാൻ തോക്ക് വെക്കുമ്പോ ഈ കുഴൽ എന്റെ നെഞ്ചത്തിന് നേരെ വെക്കരുത് പറഞ്ഞിട്ടുണ്ട്. അബദ്ധവശാൽ നിന്റെ വിരളി ഈ കാഞ്ചിയെ കൊണ്ടാ മാറ്റ്. എന്നോട് ഞാൻ പറഞ്ഞു കൊണ്ടുവെക്കണേ എവിടെയും. അതല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. എന്ത് പറഞ്ഞു ചോദിക്കുന്നത്? ഈ ചെരുപ്പ് ഞാൻ തപ്പിക്കൊണ്ട് നടക്കുന്നു. എന്റെ ചെരുപ്പ് ഏത് ചെരുപ്പ്? ഈ ചെരുപ്പ്. അതെന്താ പറ്റിയതറിയോ മോനെ? ആദ്യം ബുദ്ധിപരമായിട്ട് കളിച്ചതാ. എടാ, നമ്മുടെ ഒരു ഓപ്പറേഷൻ അങ്ങ് പാളി. നമ്മൾ രണ്ടും ഓടുവാ. ഓടുന്ന പോലീസ് നോക്കണ ഇത് ആരാ ഓടിയെന്ന് എങ്ങനെ അറിയും? ബുദ്ധി വേണം, ബുദ്ധി. അവനങ്ങ് ഏച്ചു. ആ മോനെ മോനെ, നിന്റെ ഇടയ്ക്കിടയ്ക്ക് ഈ തൊപ്പി എടുത്തറിയുന്നേ? അതറിയാം. ആശാനില്ലേ പറയുന്നത്, നമ്മളെന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ചെറിയ ക്യാപ്പിട്ട് കളിക്കണം. ക്യാപ്പിട്ട് കളിക്കാനല്ല, ഒരകല സംസാരത്തിൽ ഉണ്ടായിരിക്കണം പറഞ്ഞു. മനസ്സിലായോ? തെറ്റിപ്പോയതാ. ഇന്നത്തെ പദ്ധതികളെ കാര്യങ്ങളൊക്കെ പറഞ്ഞാട്ടെ. ഞാൻ ആശാൻ. ഇതൊക്കെ ഇന്ന് നമ്മുടെ പദ്ധതി എന്തുവാണ് ആശാൻ? പദ്ധതി എന്ന് പറഞ്ഞാൽ നാളെ നമ്മൾ ബാങ്ക് കൊള്ളയടിക്കുന്നു. അപ്പൊ ഞാൻ ഇന്നലെ പോയി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. മാപ്പ് ഞാൻ പറഞ്ഞുതരാം. അത്രയ്ക്ക് വലിയ തെറ്റുവെല്ലാം ചെയ്തോട്. എടോ, ഇതിന്റെ മാപ്പ് പറയട്ടെ. നോക്ക്, സൂക്ഷിച്ചോ. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. തെറ്റി തിരിച്ച് വെച്ചോ. അപ്പൊ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. താമസമില്ലാത്ത വീട്, ചിറ്റിരാജുവിന്റെ വീട്, സുധയുടെ വീട്, രാമേന്ദ്ര കൊച്ചാന്റെ വീട്, ബാങ്ക്. മൊത്തത്തിൽ 45 കിലോമീറ്റർ വരും. ഈ 45 കിലോമീറ്ററിൽ നമ്മൾ തുടങ്ങുന്നത് ഇവിടെ ആൾതാമസമില്ലാത്ത വീട്ടിൽ നിന്നും നമ്മൾ ഇറങ്ങുന്നു. അതെങ്ങനെ ശരിയാവും? എന്താ, ഇവിടെ നമ്മളാണല്ലോ താമസിക്കുന്നത്, പിന്നെ ഇവിടെ എങ്ങനെ ആൾ താമസമില്ലാതാകും? ബാങ്ക് കൊള്ളയടിക്കുന്നില്ല. ബാങ്ക് കൊള്ളയടിക്കണ്ടേ? അടിക്കണോ? അതായത് ഇത് ആൾതാമസമില്ലാത്ത നമ്മുടെ വീട്. അതെങ്ങനെ ആൾ താമസമില്ല? നമ്മൾ ഇവിടെ അല്ല താമസിക്കുന്നത്, പിന്നെ എങ്ങനെ വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ട് നിന്റെ പണി നോക്ക്. ബാങ്ക് കൊള്ളയടിക്കുന്നില്ലെന്ന്. ബാങ്ക് കൊള്ളയടിക്കണോ? എത്ര നേരമായി? എടാ, ഇത് ആൾതാമസമില്ലാത്ത നമ്മുടെ വീട്. നമ്മുടെ വീട്ടിലല്ലേ നമ്മൾ താമസിക്കുന്നത്? ആൾ താമസമില്ലാതാകും. ആൾ താമസമില്ലാത്തത് ഈ വീട്ടിലല്ല, ഈ തലയ്ക്കകത്ത. എടാ, ഈ ആൾതാമസം ഇല്ലാത്ത വീട്ടിൽ നിന്ന് നമ്മൾ നേരെ പോന്നു. ഇവിടെ താമസമില്ല. അവിടെ നമ്മൾ എന്തിനു താമസിക്കണം? അതവിടെ ആൾതാമസമില്ല. അവിടുന്ന് നേരെ പോന്നു. ഇടത്തോട്ട് കയറുമ്പോ ചിറ്റിരാജുവിന്റെ വീട്, അവിടുന്ന് ഇങ്ങോട്ട് കയറുന്നു സുധയുടെ വീട്. അയ്യോ, ചിറ്റിരാജുവിന്റെ മുറ്റത്തുനിന്ന് അങ്ങോട്ട് കയറുന്നതാ സുധയുടെ വീട് എളുപ്പം. എടാ, സുധയുടെ അവിടെ എന്തിനാ പോവാ? ചിറ്റിരാജിന്റെ അവിടെ പോകാനൊക്കത്തില്ല. അവന്റെ പലിശയ്ക്ക് പൈസ എടുത്താ ഈ ജാറും തോക്കും ബിപിഎം മേടിച്ചേ. അവന് പൈസ കൊടുക്കണ്ടേ? അപ്പൊ നേരെ നമ്മൾ സുധയുടെ അവിടെ ചെല്ലുന്നു. എന്നോട് എന്തിനാ അത് പറയുന്നത്? സുധയുടെ വീട് വഴി കള. വീട് കള. സുധയുടെ അവിടെ നേരെ പോന്നു. രാമേന്ദ്ര കൊച്ചാട്ടന്റെ വീട് നീ കണ്ടിട്ടുണ്ടോ? ഏത് രാമേന്ദ്രൻ കൊച്ചാട്ടൻ?
രാമേന്ദ്ര കൊച്ചാലിനെ അറിയത്തില്ല? എടാ അവിടെ ജനിച്ചു വളർന്ന രാമേന്ദ്ര കൊച്ചാലിനെ നിനക്ക് അറിയത്തില്ല. ഏതെനിക്ക്? മിനിഞ്ഞാന്ന് ഇവിടെ വാടകയ്ക്ക് വന്ന സുധയെ അറിയാം. ഇങ്ങോട്ട് വന്നേ. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മള് രാമേന്ദ്ര കൊച്ചാലിന്റെ വീട് കഴിയുന്നു. നേരെ അങ്ങേ ഭിത്തി എന്ന് പറഞ്ഞ ബാങ്കിന്റെ ഭിത്തിയാ. തുറക്കട്ടെ ഞാനത്. കടന്നു തുറക്കാതെ ഇങ്ങോട്ട് വാ. ബാങ്കിന്റെ ഭിത്തി കണ്ടല്ലോ. ഓക്കെ. അപ്പൊ ഞാൻ ഇന്നലെ ശകലം ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. എന്തുകൊണ്ട്? ഞാൻ കൺപോളൊക്കെ കയറി പിടിച്ചോ? നീ പിടിച്ചതല്ല. ഞാൻ അവിടെ ചെന്ന് ഇന്നലെ ബാങ്കിന്റെ ഭിത്തി കണ്ടപ്പോഴേ അവിടെ CC ഇട്ട ക്യാമറ 4 എണ്ണം ഇരിക്കുക. അയ്യോ, CC ഇട്ട ക്യാമറയല്ല, CCTV ക്യാമറ. ഈ ക്യാമറ ഞാൻ കണ്ടു. ഈ 4 ക്യാമറ ഞാൻ പ്ലാസ്റ്റിക് പേപ്പർ ഇട്ട് ഫ്രണ്ടിൽ നിന്ന് പൊതിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് പൊതിഞ്ഞിട്ട് നമ്മുടെ ഈ അലാറം അടിക്കുന്ന മൈക്ക് ഉണ്ടല്ലോ, അതിന്റെ വയർ കട്ട് ചെയ്തു. എന്നിട്ട് ഈ ബാങ്ക് തുറക്കേണ്ട അത്രയും ഭാഗം ഞാൻ പേന കണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നീ ചെന്ന് അങ്ങ് തുറന്നാ മതി. പക്ഷെ വേറൊരു കാര്യമുണ്ട്. എന്താണ് കാര്യം? നമുക്കേ ഈ പണി അങ്ങ് നിർത്തിയിട്ട് വേറെ വല്ലതും ജോലിക്ക് പോയാലോ? ജോലിക്ക് പോയി ജീവിക്കാനോ? അതിന്റെ ആവശ്യമുണ്ടോ? അതിന്റെ ആവശ്യം നമ്മുടെ തോക്കല്ലേടാ ഇരിക്കുന്നത്. ആഹാ, തോക്കിന് ലൈസൻസ് വേണ്ടേ? ലൈസൻസ് 2 വീലറും 4 വീലറും ബാഡ്ജ് ഇരിക്കുക. അത് കുഴപ്പമില്ല. അല്ല, അത് ഒരാളെ വെടിവെച്ച് കൊല്ലണമെങ്കിൽ ലൈസൻസ് വേണ്ടേ എന്നായി ചോദിക്കുന്നത്. എടാ, ഒരുത്തനെ വെടിവെക്കാൻ കൊല്ലാൻ ചെല്ലുമ്പോ അവൻ എന്നോട് ചോദിക്കും, നിന്റെ ലൈസൻസ് ഉണ്ടോടാ? ചോദിക്കത്തില്ല, അവൻ ചോദിക്കത്തില്ല. പോലീസ് ചോദിക്കും. പോലീസിനോട് പറഞ്ഞിട്ടാണ് അവനെ കൊല്ലാൻ പോന്നെ. എടാ, അത് തന്നെയുമല്ല, പോക്ക് കൈവശം വെക്കണമെങ്കിൽ ലൈസൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് ലൈസൻസ് എന്ന് പറഞ്ഞിട്ടില്ല. 2 വീലർ ആയാലും മതി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. കാട്ടിലെങ്ങാനും കയറി അങ്ങ് വെടിവെച്ചാലോ? അവിടെ അതിന് ഉന്നം വേണ്ടേ? അത് ഞാനിപ്പോ ഉണ്ടാക്കി തരാം. എങ്ങനെ ഉന്നം തരിക്കും. തോക്കെടുക്ക. തോക്കെടുത്തിട്ട് തോക്കെടുത്തിട്ട് ഇതേലോട്ട് ആശാനൊന്ന് വെടിവെച്ചേ. ഇതല്ലോട്ടോ. ഇത്രയും വലിയൊരു ബീപ്പ് ഇരുന്നിട്ട് ഇതേ കൊള്ളുന്നില്ല. പണി നോക്ക്. പിന്നെ വെടിയുണ്ടയുടെ കാര്യം ഓർത്ത് നീ വിഷമിക്കണ്ട. പാലസ്തീനിൽ വെടിവെപ്പ് കരാർ നിർത്തി ഒപ്പും വെച്ചു. അവർക്ക് ഇനി ഉണ്ടയുടെ ആവശ്യമില്ല. ഒരു 3 ദിവസം നമ്മളൊന്ന് മെനക്കെട്ടാൽ 2-3 ചാക്ക് വെടിയുണ്ട കൊണ്ടുവരാം. ചാക്കെടുക്കട്ടെ. ചാക്ക് നമുക്ക് അല്ല, അത് അന്നേരം പോയാ മതി. അങ്ങനെ പോയാ മനസ്സിലായല്ലോ. രാത്രി കടം ചിരിക്കുന്നുണ്ട്. എന്ത് വരുന്നു? ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടോ? അടിപൊളി ഒരു സ്വപ്നം കണ്ടു. അടിപൊളിയാന്ന് പറഞ്ഞു. അതെന്താന്ന് വെച്ചാൽ ഒരു വഞ്ചി ഞാൻ കുത്തിപ്പൊളിക്കുവാണേ. വഞ്ചി കുത്തിപ്പൊളിച്ചിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഒരു 500 നോട്ട് വലിക്കുന്നു. ഇങ്ങനെ വലിച്ചെടുക്കുന്ന ഒരു സ്വപ്നം. ഒരു കല്ലിന്റെ പുറത്തിരുന്നാന്നോ? അതെങ്ങനെ മനസ്സിലായി? എന്റെ നെഞ്ചത്ത് കയറി ഇരുന്ന് എന്നെ വാ കുത്തി പറഞ്ഞ് നാക്കിനിട്ട് വലിച്ചു പറിച്ചിട്ട് 500 രൂപ എടുത്തന്നോ? 500. എന്നിട്ട് 500 രൂപ എന്ത്? 500 രൂപ എടുക്കുമ്പോഴത്തേന് പോലീസ് വന്നില്ലേ? പോലീസ് വന്നോ? നീ തെളിഞ്ഞിരിക്കുമ്പോഴോ പ്രയോജനമില്ല. ഉറക്കത്തിലെങ്കിലും ഒരു ഗുണം വേണ്ടടാ. ഉറക്കത്തിലെങ്കിലും ഒരു ഗുണം വേണ്ടേ? എന്നെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഞാൻ കരുതാണ്ട് ഇതെന്തോ ഈ കഴുത്തെ കെട്ടി തൂക്കിട്ടേക്കുന്നു. ഇത് സലാഡ്. അയ്യോ, അത് വലിയ കൊള്ളക്കാർക്കുള്ള സംഭവം. അത് തന്നെയല്ല, അത് 4 കിലോ തൊട്ട് കഴിഞ്ഞാൽ ഉടനെ ചത്ത് വീഴുകയും ചെയ്യും. അത് സൈനൈഡ്. ഇത് സലാഡ്. നാളെ നമ്മൾ സാധനം മേടിക്കുമ്പോ അടിക്കാൻ വേണ്ടേ? അതിന് ടച്ചിങ് കെട്ടിയിട്ടേക്കോ സലാഡ്. മോനെ, ഇത് കെട്ടിയുടെ കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ അടിച്ചോണ്ടിരുന്നപ്പോ എനിക്ക് ടച്ചിങ് കൊണ്ടു തന്നെ എന്തുവാന്നറിയോ? ഷാമ്പു. ഇതെടുത്ത് കുടിച്ച് ഞാൻ പിറ്റേ ദിവസം രാവിലെ പറമ്പിൽ പോയിരുന്നപ്പം എനിക്ക് മഞ്ഞുമലയുടെ മണ്ടായിരിക്കുന്ന ഒരു ഫീൽ. എന്നിട്ട് അങ്ങനെ പറമ്പിൽ ഇരുന്നൊരുത്തം വിളിച്ചു ചോദിക്കുക, ആരാണ് അവിടെ മഞ്ഞുമല ഉണ്ടാക്കുന്നത്? അത് വരാതിരിക്കാനാണ് ഈ സലാഡ്. ഞാനൊരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ കടയിൽ പോകാൻ തുടങ്ങുമായിരുന്നു. എന്തിന്? സർഫെക്സൽ മെഡിക്കൽ. അതല്ല, തുണി കഴുകുന്നതല്ല. അയ്യോ, ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. സമ്മാനം? നീയോ? എവിടുന്ന് എടുത്തോണ്ട് വാടാ. അതങ്ങനെ എടുത്തോണ്ട് വരാൻ പറ്റത്തില്ല. എന്താ കാരണം? കാരണമുണ്ട്. പറയടാ. ഞാന് ഇന്നലെ സിനിമയ്ക്ക് പോയില്ലേ? ഞാൻ സിനിമ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നപ്പം ഒരു പയ്യൻ ഇങ്ങനെ ഫോണിൽ സംസാരിച്ചോണ്ട്. എന്താണ് അവൻ സംസാരിച്ചത്? അവൻ സംസാരിക്കുന്നത് അവന്റെ വീട്ടിൽ ഇഷ്ടംപോലെ പണം ഇരിപ്പുണ്ട്. എന്നിട്ട് പക്ഷേ ആ പണം ചെലവാക്കണം. ഇവൻ എന്തെങ്കിലും ആപത്തുണ്ടായാലും അവരമ്മ ഈ പൈസ ഇവര് കൊടുക്കത്തുള്ളൂ. അപ്പൊ അവന്റെ അമ്മയുടെ കസ്റ്റഡിയിലാണ് പൈസ. അന്ന് കേട്ടപ്പോഴേ ഞാൻ ഉടുത്ത തുണി എടുത്ത് അവന്റെ തലയെ കൂടെ കെട്ടി ഇവിടെ വരിഞ്ഞോർക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. സാധനം എടുത്തോണ്ട് വരാം. ഇന്ന് കളി കാണിച്ചു കൊടുക്കാമല്ലോ. ഇന്നാണ് ഇവിടെ അംഗം നടക്കുന്നത്. കൊള്ളാം. വെൽഡൻ. ഞാനൊന്ന് നോക്കട്ടെ. എന്താ ഇത് എവിടുന്ന് കിട്ടിയെന്നാ പറഞ്ഞേ? ഇത് സിനിമ കണ്ടിട്ട് വരുമ്പോ വഴിക്ക് അവിടെ തന്നെ കൊണ്ട് വിട്ടേര്. എന്തുവാ ഈ സാധനം? പഴയ ഒരു ഐറ്റം ആയിരുന്നു. ഇവനെങ്കിലും എന്റെ കൈ വന്ന് കയറി. നീ അല്ലേ കൊണ്ടുവന്ന? രാത്രിയല്ലായിരുന്നു. കാരണം എന്തുവാ? അത് പോട്ടെ, ഇവനെ കൊണ്ടുവന്നില്ല. അവന്റെ അമ്മയുടെ പൈസ ഇരിപ്പുണ്ടെന്നല്ലേ പറഞ്ഞത്? പൈസ ഉണ്ടോ? അത് ഇവനെ വെച്ച് നമുക്കൊരു കളി കളിക്കാം. വീട്ടിൽ വിളിച്ചോട്ട് പറയാം, നിങ്ങളുടെ മകനെ വിട്ടു തരണമെങ്കിൽ പൈസ തരണം. ഒരു കാര്യം ചെയ്യ്, അവന്റെ വീട്ടിൽ വിളിപ്പേര്. ഓക്കെ. എന്തില്ല, ഒരു മിനിറ്റ് ടോർച്ച് അടിക്കാം.
എന്തിനാ ടോർച്ച് അടിക്കുന്ന ഇങ്ങനെ? നീ അപ്പൊ പഴയ സിനിമ ഒന്നും കണ്ടിട്ടില്ലയോ? ഇവിടെ ഡൂമൊന്നുമില്ല, വയറിങ് പണി നടക്കുന്നുള്ളൂ. ഇപ്പൊ ഇത് വേണം, അതിന്റെ ഒരു ഇതുണ്ടാക്കാൻ വേണ്ടിയാ. സെറ്റപ്പിന് വേണ്ടിയാ. എന്റെ കണ്ണിലൊന്നും അടിക്കല്ലേ? ഇല്ല കണ്ണിലടിക്കത്തില്ല. ഫോൺ ദാ, നിന്റെ വീട്ടിൽ വിളിക്കാൻ ഫോൺ. ഫോൺ അച്ഛനാ പൊട്ടിക്കടാ. അച്ഛനാ? ഹലോ. എടാ നിന്ന് ചിരിക്കാതെ കാര്യം പറയടാ. CM കൊള്ളസംഘ കേന്ദ്രം. നിങ്ങളുടെ മകളെ ഞങ്ങൾ ഇവിടെ തട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നത്ര പണം തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മകനെ ഞങ്ങൾ വിട്ടുതരും. നമ്മുടെ ഇഷ്ടികയിലാന്ന് പറ. കസ്റ്റഡിയിലാന്ന് പറ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. വിട്ട അയാൾ കയറി ചൊറിയുന്നോ? അതല്ല, എത്ര രൂപ ചോദിക്കണം? എത്ര രൂപയോ? എടാ നിങ്ങളെ റേഷൻ കാർഡ് ഏത് കളറാ? ചുമപ്പാ. എടാ 5 പിടിച്ചാ അത് BP അല്ല. ഹലോ, നിങ്ങളുടെ മകനെ വിട്ടു തരണമെങ്കിൽ നിങ്ങൾക്ക് 5 ലക്ഷം രൂപ ഞങ്ങൾ തരേണ്ടതായി. എന്റെ പൊന്നെ, നമുക്ക് വേണം പൈസ. ഞങ്ങൾക്ക് 5 ലക്ഷം രൂപ തന്നാൽ നിങ്ങളുടെ മകനെ ഞങ്ങൾ വിട്ടുതരും. ഇങ്ങോട്ട് ബാക്കി ഞാൻ പറയാം. ഹലോ, ABM മോട്ടോഴ്സ്. KCM കൊള്ളസംഘത്തിന്റെ തലവനാണ് വിളിക്കുന്നത്. എങ്ങനെ നിങ്ങളുടെ മകനെ പട്ടിണിക്കിടരുതെന്നോ? കൊള്ള. ഇന്നലെ 3 പ്രാവശ്യം ചിക്കൻ ബിരിയാണി മേടിച്ച് കുഴച്ച് കൊടുത്ത് 1 ലിറ്റർ പാല് പാർലേജ് ബിസ്ക്കറ്റ് കൂടെ കുഴച്ച് തിന്നോണ്ടിരിക്കുക. മനസ്സിലായല്ലോ? പിന്നെ പൈസയുടെ കാര്യം അത് നമ്മൾ തങ്ങൾ എടാ മോഹന, ഞാൻ പറയാൻ ഉദ്ദേശിച്ച വാക്ക് പറ. കേട്ടോ, പറഞ്ഞ കേട്ടല്ലോ. അത്രയും രൂപ തന്നാൽ നിങ്ങളുടെ മകനെ ഞങ്ങൾ വിട്ടുതരാം. എന്തോ എങ്ങനെ എന്താ പാടാ? ഇവൻ ഇവിടെ 3 നേരവും ചിക്കൻ ബിരിയാണിയൊക്കെ കഴിക്കുമല്ലയോ? ഇവന്റെ അച്ഛൻ അവിടെ കഞ്ഞി കുടിച്ചോണ്ടിരിക്കുക. ഉള്ളിയെ കുടുങ്ങി തട്ടിക്കൊണ്ട് വരാമോ? നല്ല ഇടപാടായി പോലോടാ ഇത്. ഇപ്പൊ 2 എണ്ണത്തിനും കൂടെ ചുമക്കണോ? വേണ്ട, അകേശ കിടക്കണ്ട. നീ അവിടെ നിൽക്ക. കത്തി മോനെ. ആജോ എന്തോ ചെയ്യാനാ? നിന്നെ എന്തോ ചെയ്യാനാ? നിനക്കേ അവിടെ അച്ഛനായി. ഹലോ. എങ്ങനെ? ഇതാണ് പുള്ളി പറയാ നമ്മൾ എപ്പോഴാ പുള്ളിയെ കൊണ്ടുവരാൻ അങ്ങോട്ട് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാമോ? അറിയത്തില്ല. ഇന്നെ പിറന്നാളാ. കേട്ടോന്നേ. അവന്റെ പിറന്നാളില്ലേ, നമുക്കൊരു ആശംസ വീഡിയോ ഇട്ട് കൊടുത്താലോ? ഒന്ന് കളയില്ല. നിങ്ങൾ കേക്ക് മേടിക്കുക. കേക്ക് മേടിക്കുക. എനിക്ക് നിനക്കിപ്പോ എത്ര വയസ്സായി? 28 വയസ്സാ. കണ്ടാൽ 50 തോന്നുമല്ലോടാ. ഇല്ല, 28 വയസ്സാ. ജനന തീയതി അറിയാമോ? അറിയാം. 1/1/2001. ഇതൊക്കെ അറിയാം. ഒന്നൊപ്പിച്ചു. ഫാൻസി നമ്മ ഒരു അച്ഛന് ഭയങ്കര ഇഷ്ടമാ. അതിന് അപ്പൊ അമ്മ പ്രസവിച്ചു കൊടുത്തയാ. അച്ഛന് ഫാൻസി നമ്പർ ഇഷ്ടമാ. അച്ഛൻ രാവിലെ എഴുന്നേറ്റ് പോകും. വളയും റിബണൊക്കെ വിൽക്കുന്ന കടയില്ലയോ, അതിന്റെ ഫ്രണ്ടിൽ പോയി നിൽക്കും. എന്തിന്? ഫാൻസി കടയില്ലയോ, അതുകൊണ്ട്. പിന്നെ ഫാൻസിന്ന് ഇറങ്ങത്തില്ല. മുണ്ട് കാണുന്ന കളിയാ. ഫാൻസിട്ടുണ്ടോ? ഫാൻസിട്ടുണ്ടോ? അമ്മയുടെ പേരെന്തുവാ? വിൻസി. അച്ഛൻ മാറ്റിയതാ, നേരത്തെ വിഷയം എന്നായിരുന്നു. CMC കൊള്ളസംഘ കേന്ദ്രം. പറയൂ. ആരാ? ആകെ പാട. പുള്ളി ഇപ്പം പറയുന്നത് എന്തോന്ന്? ഇവന്റെ അച്ഛൻ റൂട്ട് മാപ്പ് അയച്ചു കൊടുക്കാമോ? പുള്ളി അത് അല്ലെങ്കിൽ ചോദിച്ചു പറഞ്ഞു. എന്നാലും അവനിവിടെ വന്നേ അടങ്ങും. എനിക്കറിയത്തില്ല. അച്ഛനെ കൊണ്ടുവരില്ലേ? നിങ്ങളെ കൊള്ളസംഘം അളുമ്പാക്കും. ഈയുടെ അളുമ്പാക്കി ഇട്ടേക്കുവാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അനുഭവം ഉണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് കൊണ്ടുവരല്ലേ. ഞങ്ങള് കുറച്ച് നേരം ഒന്ന് സംസാരിച്ചോട്ടെ. എന്തുവാ? നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞാണോ? കല്യാണം കഴിഞ്ഞില്ല, എന്റെ മോതിരിടിയിലൊക്കെ കഴിഞ്ഞാ. എന്നിട്ട് അപ്പൊ മോതിരിട്ട് ഞാൻ ഇങ്ങനെ ടൗണിൽ വന്നപ്പോ സർക്കസുകാരന്മാർ 2 മാജിക്ക് കാണിക്കാന്നും പറഞ്ഞ് എന്റെ മോതിരം മേടിച്ച് പഴത്തിനകത്ത് കയറ്റിട്ട് പിന്നെ അത് തന്നതും ഇല്ല. കല്യാണം മുടക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്റെ കൂട്ടുകാരന്മാര് പറഞ്ഞ് ഞാൻ ആരോടാ പറയുന്നേ? ഇല്ല ആ വിഷയം വിട്ട പാപങ്ങൾ. അമ്മ പ്രാഗോ എന്തോലോ. അമ്മ പ്രാവി അവര് രക്തഛർദിക്കൂന്ന് പറഞ്ഞു. എടാ പാപങ്ങൾ അവര് ജീവിച്ചപ്പോ. പാപങ്ങളല്ലേ മോനെ, അവര് ജീവിച്ചു പോട്ടെ. എന്റെ കല്യാണം മുടക്കിട്ട് അവര് ജീവിക്കണ്ടെന്ന് അമ്മ പറഞ്ഞ്. പിന്നെ അത് കഴിഞ്ഞ് എന്റെ കൂട്ടുകാർ പറഞ്ഞ് നീ പ്രണയിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ രാവിലെ പള്ളിയുടെ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ പോയി നിൽക്കും പ്രണയിക്കാൻ. ഒരു പെണ്ണുങ്ങളും എന്നെ നോക്കത്തില്ല. ഞാൻ സുന്ദരനല്ലയോ? നീ സുന്ദരൻ. അപ്പൊ നീ കണ്ണാടി നോക്കിയില്ലേ? ആ കണ്ണാടി നോക്കാനെ കൊണ്ട് അച്ഛൻ സമ്മതിക്കത്തില്ല. അതെന്താ? അച്ഛന് കണ്ണിന് കാഴ്ച കുറവാ. അപ്പൊ ഈ കാഴ്ച കുറവായ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു മുഖത്ത് കണ്ണാടി വെക്കണമെന്ന്. അതുകൊണ്ട് അച്ഛൻ ഭിത്തിന്ന് ആ കണ്ണാടി ഇളക്കി ഇപ്പൊ മുഖത്ത് വെച്ചോണ്ട് നടക്കും. ഞാൻ നോക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അച്ഛൻ നിന്ന് തരത്തില്ല. എന്തോ ചെയ്യാൻ പറ്റും? എന്റെ ദൈവമേ. അച്ഛൻ വിളിക്കുക. ഹലോ. പറയൂ. തന്നെയാണോടാ?
ആ എന്തുവാ പുള്ളി പറയാ പുള്ളിക്ക് ഒരാഴ്ച നിൽക്കാനുള്ള ഡ്രസ് എല്ലാം ബാഗിനകത്താക്കി ഇവന്റെ കൂടെ ഉള്ള തുണിയോടെ എടുക്കട്ടെ. ഈ ഒരു കാര്യം ചെയ്യ്. നമുക്ക് ആദ്യം അവനെ തട്ടണം, ഓക്കെ എന്നിട്ട് ബാക്കി കാര്യം ഓക്കെ ബോസ്. രണ്ടിനെയും കൊല്ലും കേട്ടോ, പറഞ്ഞു മനസ്സിലായി. ഞാനൊരു കാര്യം ചെയ്യും, നീ പിന്നെ പോക്കറ്റ് വണ്ടിക്കുള്ളി വല്ല ഉണ്ടോ ഉണ്ടെങ്കിൽ ഇവനെ പിടിച്ചു കൊടുക്കള. കളയുവാന്ന് എന്നെ മൂന്നാറ് കൊണ്ട് കളഞ്ഞാ മതി. ഞാൻ മൂന്നാറ് കണ്ടിട്ടില്ല. കൊണ്ട് കളയാൻ പോവാ. വണ്ടിക്കുള്ളി ഉണ്ടോ നോക്കാം. ലോട്ടറി അവന്റെ ലോട്ടറി എത്തുന്ന ആൾക്കാർ പണ്ടക്കാലം ലോട്ടറി കൊണ്ട് നടക്കുന്നത്. നിനക്ക് നാളെ നിനക്ക് എന്താ കൊല്ലണോ ആരെ? എനിക്കിവനെ കൊല്ലണോ. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ, 2ാം ശനിയാഴ്ച ചിട്ടിരാജ് വരുന്ന ദിവസം ഇവനെ കൊന്ന് ഇവന്റെ അപ്പനെ കൊന്ന് ഓണത്തിന് ഞാൻ ഇവിടുന്ന് പമ്പ കണക്കുവേ. മോഹന ഞാനിപ്പോ എന്തുവാടാ പറഞ്ഞേ? ഇവനെ കൊല്ലുവെന്ന് എങ്ങനെ? എനിക്കറിയത്തില്ല. എന്റെ മനസ്സറിയാതെ ഇപ്പൊ ശവം എന്നെ കൊല്ലുവോ? ഞങ്ങൾ രണ്ടിനെ ഇങ്ങനെ ജീവിക്കാൻ നീ വിളമാട്ടെ. നിന്നെ കൊല്ലണോ? ഇവനെ കൊല്ലണോ നിനക്ക്? നിനക്കോ? ആശാന് ഞാൻ നിന്നെ സഹായിക്കാം. നിനക്കറിയാമോ ഈ കിഴകനെ? ഇല്ല, 10 തലയായവന്, പക്ഷെ 10 എണ്ണം കൊണ്ടും ഒരു പ്രയോജനമില്ല. ഞാൻ കൊല്ലും. അച്ഛൻ വിളിക്കുന്നു. ഈ ഫോൺ എടുത്ത് കളടാ. പിന്നെ അച്ഛൻ വിളിക്കുക. കട്ട് ചെയ്ത് വിടാ. കൊല്ലണോ? അച്ഛൻ വിളിക്കുക. അച്ഛൻ ഇങ്ങനെ വിളിച്ച എന്തായാലും ആവശ്യം കാണും. അന്നാ കൊടുക്കടാ. ഹലോ, എന്നെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല അച്ഛാ. രവിയാണെന്റെ ലോട്ടറി എടുത്ത് അടിച്ചോ? എത്ര രൂപ? 1 കോടി രൂപയോ? എന്റെ ലോട്ടറി എന്തിയെ? മോഹൻ അവന്റെ ലോട്ടറി എന്തിയെ? അതിൽ ഞാൻ വലിച്ചെടുക്കണം. അയ്യോ, 1 കോടി രൂപ അടിച്ചെന്ന് അച്ഛൻ പറയുന്നു. കൈ വന്ന് കേറിയ ഭാഗ്യദേവത നീ പുറകാലടിച്ച് കളഞ്ഞോടാ പാപി. അടിച്ചായിരുന്നു അത്. ആ ലോട്ടറി അടിച്ചെന്ന് അച്ഛൻ പറഞ്ഞു. ലോട്ടറിക്കാരൻ വീട്ടിൽ വന്നു. ഇനിയിപ്പോ ഇത് വെച്ച് നീട്ടിട്ട് കാര്യമില്ല. എന്താ ചെയ്യാൻ പോവാ? എന്താ ചെയ്യാൻ പറ്റുന്ന അടിച്ചങ്ങ് തീർക്കും ഞാൻ. പിന്നെ ഒരു മിനിറ്റ് ഇതുകൊണ്ട് ഇവിടെ കൊണ്ട് തീരുന്നില്ല. പിന്നെ ഇവന്റെ കാര്യം അത് നമുക്ക് പിന്നെ കാണാം. ടീം പത്തനംതിട്ട ഒരു ഉഗ്രം കയ്യടി, ഉഗ്ര സ്കിറ്റായിരുന്നു അല്ലേ പറഞ്ഞേട്ടാ? രാജേഷേ, ഹരി, സുജിത്തെ, ഉഗ്ര സ്കിറ്റായിരുന്നു. കിട്ടിയ സ്കിറ്റായിരുന്നു. നിങ്ങളെ തകർത്തു, 3 പേര് തകർത്ത് കളിച്ചു എന്നാണ്. തുടക്കം മുതലുള്ള ചിരി എന്ന് പറയുന്നത് ഈ സ്കിറ്റ് തീരുന്നിടം വരെ ചിരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അസാധ്യ കലാകാരന്മാർ. പ്രത്യേകിച്ച് ആദ്യം തന്നെ പറയാം, നിങ്ങളുടെ 2 പേരുടെയും വേഷം കണ്ടപ്പോൾ മുതൽ നമുക്ക് ചിരി തുടങ്ങി. കാര്യം ഇത് 2 കണ്ണാടിയൊക്കെ വെച്ച് വളരെ സീരിയസ് ആയിട്ട് വന്ന് നിങ്ങൾ 2 പേരും. ഒന്നാമത്തെ കാര്യം, ആദ്യം ചിരിച്ചത് ഞാൻ സുജിത്ത് വന്നപ്പോൾ ഈ ഷൂ ഇത് ഇപ്പോഴത്തെ ട്രെൻഡാണോ, ഞാനിങ്ങനെ ആലോചിച്ചത് ഇപ്പോഴത്തെ ട്രെൻഡാണോ എന്നുള്ളത്. അപ്പോൾ പിന്നെ ആയിരിക്കും ചിലപ്പോൾ കൊള്ളസങ്കേതമല്ലേ ഇവരൊന്ന് കളർ കൂട്ടാൻ വേണ്ടി ഇട്ടായിരിക്കും. പക്ഷേ അതിൻ്റെ പിന്നെ ഒരു കഥ ഹരി വന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ തമ്മിൽ മാറിയിട്ട കാര്യം പറയുന്നത്. അതിനുശേഷം നിങ്ങൾ നേരെ മറ്റേ ഈ ഗൂഗിൾ മാപ്പ് ബാങ്ക് കൊള്ള അടിക്കുന്ന കാര്യം പറഞ്ഞിട്ട് ഈ മാപ്പ് പറഞ്ഞപ്പോൾ നിങ്ങൾ ആൾതാമസമില്ലാത്ത വീടിനെ കുറിച്ച് അത് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം രാജേഷിനെ തട്ടിക്കും. രാജേഷിൻ്റെ ഉണ്ട് രാജേഷിൻ്റെ ക്യാരക്ടർ ഉഗ്രം ക്യാരക്ടറായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ചിന്തിക്കാത്തൊരു സാധനം പറഞ്ഞു. ആദ്യം മറ്റേ തോക്കെടുത്ത് വെച്ചിട്ട് വെടിവെക്കാൻ കപ്പ് കാണിച്ചിട്ട് എടാ ഞാൻ ഈ വീപ്പ വെടിവെച്ചിട്ട് കൊള്ളുന്നില്ല. പിന്നെ അതെല്ലാം നമുക്ക് ചെറിയ സാധനങ്ങൾ നിങ്ങളത് ഡെവലപ്പ് ചെയ്ത് കളിച്ചു. പിന്നെ ഈ ടോർച്ച് അടിക്കേണ്ട ഒന്നും കാര്യമില്ല. കാര്യം ഇതിനകത്തൊരു എന്താണ് അതിൻ്റെ റീസൺ പറയുന്നത്, ടോർച്ച് അടിക്കുന്നുണ്ട്, അതായത് തലയ്ക്ക് മുതൽ ടോർച്ച് അടിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഓരോ സാധനങ്ങളും നിങ്ങൾ ചെറിയ സാധനങ്ങൾ നിങ്ങളുടെ സ്ലാപ്സ്റ്റിക് ആയിട്ടുള്ള പല സാധനങ്ങൾ അതിനകത്ത് കൊണ്ടുവന്നുള്ള നിറഞ്ഞാടി. അത് ഒരു സമയം പോലും നമുക്ക് ചിരിക്കാതിരിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഓരോ വരവ് വരുന്നതും ഗംഭീര സ്കിറ്റുമായിട്ടാണ് കേട്ടോ. നമ്മൾ ഈ പറയുന്ന പോലെ ഐറ്റം വേറെ എന്നൊരു പ്രോഗ്രാമിൽ ഏറ്റവും അധികം എനിക്ക് തോന്നുന്നു ആൾക്കാർ ഈ സ്കിറ്റ് നിങ്ങൾ വന്ന് നിൽക്കുമ്പോൾ തൊട്ട് നിങ്ങളെ കാണാനും നിങ്ങളുടെ പ്രോഗ്രാം കാണാനും നിങ്ങളുടെ സ്കിറ്റ് കാണാനും ഒക്കെ ഏറ്റവും അധികം പ്രേക്ഷകർ ഉണ്ടാകുന്നത് നിങ്ങളുടെ ഈ ഹാർഡ് വർക്ക് കൊണ്ട് തന്നെയാണ്. നിങ്ങൾ ഇനിയും ഒരുപാട് നല്ല സ്കിറ്റുകൾ ഇതുപോലെ എഴുതി പെർഫോം ചെയ്യുക. ഒരുപാട് വേദികൾ കിട്ടട്ടെ, ഒരുപാട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ബിജുഗോഡ് ചേട്ടാ. ശരിക്കും പറഞ്ഞാൽ ഒരു കോമഡിയുടെ അണുബോംബാണ് നിങ്ങളിവിടെ കൊണ്ടുവന്നിട്ടത് കേട്ടോ. ആറ്റം ബോംബ്. ആദ്യമായിട്ട് എനിക്ക് പറയേണ്ടത് നിങ്ങളുടെ ടൈമിങ്. എൻ്റെ പൊന്നി ഒരു രക്ഷയില്ലാത്ത ടൈമിംഗ് ആണ് കേട്ടോ.
കാരണം മറ്റുള്ള സ്കിറ്റുകളിലൊക്കെ നിങ്ങൾ ഒരു ചെറുതായിട്ടൊന്ന് ഒരു ഇറക്കമുണ്ട്. കാരണം നിങ്ങളുടേതായ ഒരു സ്ലാങ്ങിൽ പിടിക്കുമ്പോൾ എന്നാ ഉണ്ട് അത് പതുക്കെയാണ്. പക്ഷേ ഈ സ്കിറ്റ് തുടങ്ങിയിട്ട് അവസാനം വരെ 100 എന്നായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. കാരണം ഒരു സ്ഥലത്ത് പോലും കോമഡി ഇല്ലാത്തതില്ല. രാജേഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രാജേഷിൻ്റെ ഒരു ഡയലോഗിന് ആ ഒരു വേരിയേഷന് ഒരു വ്യത്യാസമില്ല. കാരണം ആ അച്ഛൻ്റെ മോൻ തന്നെ, ആ അമ്മയുടെ മോൻ തന്നെ. ഇത് മറ്റുള്ള സ്കിറ്റുകൾ സർക്കസും അതുപോലെ മൈലണ്ണൊക്കെ കണ്ടിട്ടുള്ള ആൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അവരിത് തുടർച്ചയായിട്ട് കാണുമ്പോഴാണ് ചിരി. നമുക്കൊക്കെ ഇവിടെ ശ്വാസം മുട്ടിപ്പോയി. എനിക്ക് തോന്നുന്നത് ചില സ്കിറ്റുകൾ നിങ്ങൾ കൊണ്ടുവരുമ്പോൾ ചില സ്കിറ്റുകളിൽ ഞങ്ങൾ ഉൾപ്പെടെ കാണുന്ന ജനങ്ങൾ ഉൾപ്പെടെ നിങ്ങളുടെ ഒരു ചുഴിയിലേക്ക് അങ്ങോട്ട് പെട്ടുപോകും. പിന്നെ ആ ചുഴിയിൽ നിന്ന് കയറാനേ പറ്റില്ല. അങ്ങനെ ചില സാധനങ്ങൾ കൊണ്ടുവന്നാൽ കയറാനേ പറ്റാറില്ല. അത് നിങ്ങളെ മാത്രം ഒരു കഴിവാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ക്ലൈമാക്സ് നല്ല ലെവലിൽ കൊണ്ടുവന്ന് അവസാനിപ്പിച്ചു. എനിക്ക് തോന്നുന്നത് ഇനിയൊരു വരവ് പെട്ടെന്ന് വരാൻ വേണ്ടിയാണ് ഇദ്ദേഹത്തിൻ്റെ അച്ഛനെയൊക്കെ കൊണ്ടുവന്ന് നിർത്തിയാക്കണത് ഹരി. അപ്പം എന്തായാലും അടുത്തൊരു എൻട്രിക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. എന്തായാലും ഇത് പൊളിച്ചളിയന്മാരെ ഒരു രക്ഷയില്ല കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർ ഖാൻ. കിടുക്കിക്കളഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് റിയലായിട്ട് നടത്താൻ പറ്റുന്ന കഴിവുള്ളവരാണ് നിങ്ങൾ. കൊള്ളസങ്കേതം അതിനുള്ള അറിവും വിജ്ഞാനവും നിങ്ങൾക്കുണ്ട് അല്ലേ? പിന്നെ നിങ്ങളുടെ ഇങ്ങനെയുള്ള അതായത് ഈ നോൺ സ്റ്റോപ്പ് കോമഡിയുള്ള സ്കിറ്റുകളിൽ എത്ര കൗണ്ടർ ഉണ്ടെന്ന് നമുക്ക് ഒരിക്കലും എണ്ണി പറയാൻ പറ്റിയില്ല. അതനുസരിച്ച് നിങ്ങൾ അതിൽ മാല പോലെ കോർത്തിരിക്കുകയാണ്. ഇടയ്ക്ക് ഒന്ന് ഡൗട്ട് അടിച്ചു. അതായത് ഹരി ആ ചിരിച്ചോണ്ട് വന്ന ആ പോർഷൻ, നാഗവല്ലിയുടെ സീൻ, ആ നാഗവല്ലിയുടെ പോർഷൻ എടുത്തപ്പോൾ എന്തോ കയ്യിന്ന് പോയിട്ടത് പിടിക്കാനുള്ളൊരു തന്ത്രപ്പാടിലാണ്. ആണോ? ഇനി എന്തെങ്കിലും ഉണ്ടോന്ന് ആലോചിച്ചു. അവിടെ ഒരു കുറച്ച് നേരത്തേന് ഹരിയും സുജിത്തും കൂടെ ഒരു കൺഫ്യൂഷൻ അവിടെ വന്നു. ആ ഒരു കൺഫ്യൂഷൻ വന്ന് എന്താണെന്നുള്ളതിൻ്റെ ഒരു തോന്നൽ വന്നു. അത് നമുക്കും പിടുത്തം കിട്ടില്ല. അത് എന്തിനാണ്, അതോ ഇത് തന്നെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന്. നാഗവല്ലി കയറിയതാണ്. പക്ഷെ അത് ആവശ്യമില്ലാത്തൊരു സ്ഥലത്താണ് കയറുന്നത്. നിങ്ങൾ ജോയിൻ ചെയ്തത് വേറെ ഒരു സ്ഥലത്തേക്കാണ് അത് കയറുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു ഭാഗം വന്നപ്പം ഒരു ചെറിയൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ അവിടെ നിന്ന് കവർ ചെയ്തിട്ട് വേറെ ഐറ്റം കയറ്റിയിട്ട് അവിടെ പിടിച്ചങ്ങോട്ട് കയറി അത് ഫോളോ അപ്പ് ചെയ്തങ്ങ് പോയി. എന്തായാലും ഗംഭീരമായിട്ടാണ്. നിങ്ങളിപ്പം ഇവിടെ സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരാതിരിക്കുന്നത് മാത്രമേ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ടുള്ളൂ. നിങ്ങളിങ്ങനെ വരണം. വരുമ്പോഴോ ഈ സൈസ് ഐറ്റങ്ങളുമായിട്ടേ വരാവുള്ളൂ. കാര്യം ഇതാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളിന്ന് ഇതാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ അത് പ്രതീക്ഷിച്ചാണ് നമ്മുടെ ഓഡിയൻസ് ഇരിക്കുന്നത്. അപ്പോൾ അതിനുള്ളത് നിങ്ങൾ കൊണ്ടുവരണം. ഇതിൻ്റെ ഇടയിൽ രാജേഷ് എങ്ങനെയുണ്ട് അസുഖത്തിൻ്റെ കാര്യം? എന്തായിരുന്നു രാജേഷ് എന്ത് പറ്റിയാണ്? മഞ്ഞപ്പിത്തം കയറി കൂടിയായിരുന്നു. അവരെവിടെ പുറത്തെവിടെ പോയിട്ട് അല്ലേ? രാജേഷിന്റെ കടയിൽ എന്താണ് കളവ് നടന്നു പറഞ്ഞത്? ആ കള്ളം മെനഞ്ഞാന്ന് കള്ളം കയറിയായിരുന്നു. സാധനങ്ങളെല്ലാം കൊണ്ടുപോയി. സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഇൻവെർട്ടർ, ബാറ്ററി എന്ന് പറഞ്ഞാൽ 3 പേര് പൊക്കിയാൽ പൊങ്ങൂല. അത് നമുക്ക് ഒരാൾ തന്നേ പൈസ പിന്നെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ബാറ്ററി, പാത്രങ്ങളെ, പാത്രങ്ങൾ, പിന്നെ തേയില, പഞ്ചസാര, തോരയൊക്കെ ഞാൻ ഇവിടെ മേടിച്ചു കൊടുത്തിട്ടാ വന്നേ. അതുവരെ കൊണ്ടുപോയി. അപ്പൊ വേറെ എവിടെയോ തട്ടുകട തുടങ്ങാനുള്ള ഒരു കട തുടങ്ങാനുള്ള എല്ലാ സാധനവും കൊണ്ടുപോയി. ആണോ? അല്ല, ഇതിന് ശരിക്കും ലോക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം കുത്തി തുറന്ന് എല്ലാം ഇളക്കി കളഞ്ഞിട്ട് അവര് കൊണ്ടുപോയിരിക്കുന്നില്ല. ശരി. എന്തായാലും ഈ സ്കിറ്റ് ഗുണം ചെയ്യും. ഇന്ന് നിങ്ങളെ പേടിക്കുമെന്ന്. അല്ല, പോലീസിലെ പരാതി അങ്ങനെ പരാതി കൊടുത്തു. അവിടെ ഒരു സ്റ്റേഷനാണ്. അവർ സി ഒക്കെ വന്ന് പിന്നെ വിരലാടകളൊക്കെ അവരൊക്കെ വന്നിട്ട് എടുത്തോണ്ട് പോയിട്ട്. പിന്നെ ഇന്ന് അവിടുത്തെ CCTV ക്യാമറ താഴെയുള്ള 2-3 കടകളുണ്ട്. അതൊക്കെ ഇന്ന് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടേത് ആയതുകൊണ്ട് അവർ നല്ല രീതി ആക്റ്റീവായി. നമ്മളെ കടയിൽ ക്യാമറ ഉണ്ടായിരുന്നില്ല അല്ലേ? ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം അത് കൊണ്ടുപോയാൽ. എന്തായാലും രാജേഷ് അസുഖമെല്ലാം മാറി വന്നത് നല്ല കിടുക്കനൊരു എപ്പിസോഡിലേക്കാണ് വന്ന് ജോയിൻ ചെയ്തത്. എന്തായാലും അടിപൊളിയായിരുന്നു ഹരി. ഹരി ഗംഭീരം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ പിന്നെ ഇനി കാര്യം അറിയാലോ, കൊടുക്ക. ഞാനൊരു 23,000 രൂപ കൊടുക്കുകയാണ്. 23,000 രൂപ. ഞാനൊരു 25,000 രൂപ കൊടുക്കും. രണ്ടുപേരുടെ ചേർന്ന് 48,000 രൂപയായി. ബാക്കി ഏത് കള്ളം വന്ന് എന്ത് മൂട്ടിച്ചാലും ഇവരെ തുരത്താൻ പറ്റില്ല അല്ലേ? കൊടുത്തേ. ഗോൾഡൻ ബഞ്ച്. സൂപ്പർ. ഗോൾഡൻ ബഞ്ച്. മനസ്സ് തുറക്ക്. സന്തോഷം. അപ്പം 3 സ്കിറ്റ് ചെയ്യാൻ വരാൻ പറ്റാതായി പോയി. അതിൽ വിഷമമുണ്ട്, വരാൻ പറ്റാതായി പോയി. എങ്കിൽ പോലും ഒരുപാട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. എപ്പോഴും വിളിക്കും, പറയുകയും ചെയ്യുമായിരുന്നു. എപ്പോഴും റെസ്റ്റ് ചെയ്യാനാണ്
അവർ പറഞ്ഞേക്കുന്നത് പുറത്തിറങ്ങണ്ട എന്ന്. ഇതിപ്പം വീട്ടിൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, ജീവിതമാർഗ്ഗം ഇതായി പോയി. അവിടെ നിന്നാലും ജീവൻ ഇവിടെ ആയിരുന്നു. ഒരുപാട് എപ്പോഴും കണക്ട് ചെയ്യും. ഇപ്പം ഇവരും പറഞ്ഞ് നമ്മളുണ്ട്, നീ വലിയ സ്ട്രെയിൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. സാറും വിളിച്ചപ്പോൾ സാറും പറഞ്ഞു വലിയ സ്ട്രെയിൻ ചെയ്യേണ്ട, വരാൻ പറഞ്ഞു. അപ്പോൾ വന്നപ്പോൾ തന്നെ സന്തോഷം. സന്തോഷം, ഒരുപാട് സന്തോഷം. കാരണം ഇതിലെ 2-3 എപ്പിസോഡൊന്നും ഇല്ലായിരുന്നല്ലോ. അതിനകത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പ്രയാസം ഉണ്ടായിരുന്നു. എന്തായാലും മരുന്നൊക്കെ കഴിച്ചത് ഭേദമായി എന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇങ്ങനെ ഇപ്പോൾ ഇത് ഗോൾഡ് അടിച്ചപ്പം അതിനേക്കാളും വലിയ സന്തോഷം. അങ്ങനെ തന്നെ പോട്ടെ, ഈ ഗോൾഡ് ഇങ്ങനെ തന്നെ തുടർന്ന് പോട്ടെ. സന്തോഷം. അതായത് ഞങ്ങളെ പിന്നെ രാജേഷിന് വയ്യാത്തത് കൊണ്ട് ഞങ്ങൾ രണ്ടുകൂടെ കൂടുതൽ നേരം ചെയ്യാമെന്ന് ഉദ്ദേശിച്ചു. അപ്പോൾ കുറച്ച് രാജേഷിന് കൊടുത്തുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ സ്കിറ്റ് സെറ്റ് ചെയ്ത്. അപ്പോൾ ആദ്യമായിട്ട് ശരീരം അനങ്ങാതെ അപ്പം അതിൻ്റെ ഒരു പ്രയോജനം ഉണ്ടായി. അപ്പം ഞങ്ങളുടെ ഈ വരവ് ഗോൾഡ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. ഇതേപോലെ ഉഷാർ ഐറ്റങ്ങളായിട്ട് വാ. നസീറക്കൊക്കെ പറഞ്ഞ പോലെ ഗ്യാപ്പ് എടുക്കണ്ട, ശരീരം ശ്രദ്ധിക്കുക. അതെ, ഓക്കെ. ആരോഗ്യം ഉണ്ടെങ്കിലേ ഓടാൻ പറ്റുള്ളൂ. അപ്പം ശ്രദ്ധിക്കണം. കല്യാണമൊക്കെ എന്തായി? അതെ, അതൊരു കടവായിട്ട് കിടക്കുകയാണ്. അല്ലെ ജീവ, അതേതാണ്ട് ഉറച്ച മട്ട പുള്ളി ഹാപ്പിയാണ്. എല്ലാം ആയിട്ട് ഏറ്റവും ലാസ്റ്റ് ഞങ്ങളോട് പറഞ്ഞാൽ മതി, അനക്കായ ഒരു പെൺകുട്ടി കാത്തിരിക്കുന്ന മോനെ, വെയിറ്റ് ചെയ്യ്. ഒരുപാട് പെട്ടെന്ന് വരാൻ പറയണ്ട, അനുഭവത്തിന് വിളിച്ചിട്ട് പറയാം. നടന്നോ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ബൈ ഒരു സ്പെഷ്യൽ ആൾ. ഇയാളെ നമ്മുടെ ഐറ്റം വേറയ്ക്ക് വളരെ സുപരിചിതനാണ്. ചിലപ്പോ ഐറ്റം വേറെ ഒരു ഷൂട്ട് ഇദ്ദേഹം ഇല്ലെങ്കിൽ ചിലപ്പോൾ നടന്നില്ല എന്ന് വരും. അങ്ങനത്തെ ഐറ്റം വേറെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാൾ. ഇദ്ദേഹം എല്ലായിടത്തും ഉണ്ട്. ഗ്രൂമിംഗ് സൈഡ് നടക്കുവാണോ അവിടെയുണ്ട്, സ്ക്രിപ്റ്റ് നടക്കുന്നുണ്ടോ അവിടെയുണ്ട്, തൂണിലും തുരുമ്പിലും എല്ലായിടത്തും ഇദ്ദേഹത്തിന്റെ കൈ എത്തണമെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? ഇതൊന്നും പോരാഞ്ഞിട്ട് ഇവിടെയും വരണമെന്ന്. ഒരുപാട് സ്നേഹത്തോടെ ഞങ്ങളുടെ സ്വന്തം ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ സ്വന്തം ഋതു. ലെറ്റ്സ് വെൽക്കം. വെൽക്കം. കനത്തിലൊരു ഇൻട്രോ വേണമെന്ന് പറഞ്ഞപ്പോ ഓക്കെ അല്ലേ കൂട്ടാ? കറക്റ്റ് ബീറ്ററായിരുന്നു. ഋതു പറയൂ. ഋതു ടെൻഷൻ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ടെൻഷൻ ഒന്നുമില്ല, പറഞ്ഞു പകുതി കേട്ടി. ടെൻഷൻ അടുപ്പിക്കാതിരുന്നാ മതി. ഇവിടെ കേക്കായിരിക്കും. അത് കേറുന്നതിന് മുമ്പ് എല്ലാരും ചോദിക്കോ ടെൻഷൻ അടിക്കില്ല. അതെന്താ തലയ്ക്ക് മേളി ഷെമിയുടെ പ്രാക്കുണ്ട്. ആ അറബി ഇവിടെ വന്നപ്പോ ഞാൻ കണ്ടു നീ മാറിപ്പോന്ന് എറില് കടിച്ചിരിക്കുന്ന. അല്ലേ ഷെമിനെ കല്യാക്കിട്ട് ഷെമിനിപ്പോ എവിടെയെന്നറിയാമോ? അവിടെ എവിടെയൊന്ന് ബൈനോക്കർ. ഋതു, നമ്മള് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വന്നു. എന്താണ് സ്പെഷ്യൽ ആയിട്ട്? അപ്പൊ ഇന്ന് 1-2 പാട്ടും ഒരു സ്പോട്ടും. 1-2 പാട്ടും ഒരു സ്പോട്ടും. ഐറ്റത്തിൽ വരെ പ്രാസം. പാട്ട് വിത്ത് സ്പോട്ട്. ഇനിയും ഋതു നിങ്ങളോട് സംസാരിക്കുന്നില്ല. ഋതുവിന്റെ ടാലന്റ് നിങ്ങളോട് സംസാരിക്കും. ആർ യു ഗൈസ് റെഡി? ഓക്കെ. ഒരു നല്ല കൈഡി. ആദ്യം പാട്ടാണോ? ആദ്യം പാട്ട്. ഓക്കെ. നക്ഷത്ര പക്ഷി വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂത്തിങ്കൾ കണ്ണിൽ കണ്ണിൽ നാണിച്ചെത്തി നക്ഷത്ര പക്ഷി മെല്ലെ മെല്ലെ മുല്ലേ തരുമൊന്നാഴിത്തേ എല്ലാം എല്ലാം നിന്നോടൊരു ചൊല്ലായി ചൊല്ലാം. ഓഹോ 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 വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂത്തിങ്കൾ കണ്ണിൽ കണ്ണിൽ നാണിച്ചെത്തി നക്ഷത്ര പക്ഷി.
പന്തലിട്ടത് നീലാകാശം, കുരവയിടാൻ കൂടെ വന്നത് കുരുവിപ്പട്ടാളം. അമ്മാന പന്തലിട്ടത് നീലാകാശം, കുരവയിടാൻ കൂടെ വന്നത് കുരുവിപ്പട്ടാളം. ആരാവാരപ്പൂരം കാണാൻ ആര്യൻ പാടത്താരാണോ. വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂ തിങ്കൾ, കണ്ണിൽ കണ്ണിൽ നാണിച്ചെത്തി നക്ഷത്ര പക്ഷി. ചിലമ്പിലെ അണിമുഖം ആദ്യം വന്നതൊരരയന തട്ടാൻ കാക്കക്കർമ്മികൾ അണിയിച്ചു കൊടുക്കും അരഞ്ഞാണം. ആമ്പൽ ചിലമ്പിലെ അണിമുഖം ഒരുക്കാൻ ആദ്യം വന്നതൊരരയന തട്ടാൻ കാക്കക്കർമ്മികൾ അണിയിച്ചു കൊടുക്കും അരഞ്ഞാണം. കണ്ണാടി കമ്മലിട്ടത് മിന്നാമിന്നി, മണിയറയിൽ പാവിരിച്ചത് മുതുമുത്തശ്ശി. കണ്ണാടി കമ്മലിട്ടത് മിന്നാമിന്നി, മണിയറയിൽ പാവിരിച്ചത് മുതുമുത്തശ്ശി. ആരും ചാരാമതിൽ ചാരി കാണാമുത്തിൻ മുത്തം വയ്ക്കാലോ. വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂ തിങ്കൾ, കണ്ണിൽ കണ്ണിൽ നാണിച്ചെത്തി നക്ഷത്ര പക്ഷി. മെല്ലെ മെല്ലെ മുല്ലേ തരുമൊന്നാടിത്തേ, എല്ലാം എല്ലാം നിന്നോടൊരു ചൊല്ലായി ചൊല്ലാം. നല്ല കൈഡിയാവാം. ഇതൊക്കെ എവിടുന്നാ വരുന്നത്? കൊല്ലത്ത് കറക്റ്റ് ശൂരനാട് ചക്കുള്ളി എന്ന് പറഞ്ഞ സ്ഥലം. കല്യാണം കഴിച്ചാണോ? പിന്നെ കല്യാണം കഴിച്ചു. ഇപ്പൊ എന്താ ചെയ്യണം ശരിക്കും? ശരിക്കും ഇത് തന്നെ പരിപാടി. ഞാൻ ഇവിടെ തന്നെ. അയ്യോ, ഞാനാണ് പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിട്ടും. നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാം ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്. വീട്ടിലാർക്കുണ്ട്? എന്റെ വീട്ടില് അമ്മ, അച്ഛൻ, വൈഫ്. പാട്ട് പഠിച്ചിട്ടുണ്ടോ? പാട്ട് പഠിച്ചിട്ടില്ല. രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് ഈ പാട്ട്. കൂടുതലും നേരത്തെ മിമിക്രി ഒക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ട് നമുക്ക് സ്റ്റേജ് ഷോ കിട്ടണമെന്നുണ്ടെങ്കിൽ കൂടുതലും പാട്ടും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രോഗ്രാംസ് കിട്ടും. ഇത് റിയൽ ആയിട്ട് നേരത്തെ ട്രൂപ്പിലൊക്കെ വർക്ക് ചെയ്ത് ഞാൻ പ്രസാദന്റെ കൂടെ ആയിരുന്നു. പ്രസാദന്റെ കൂടെ ഒരു 4-5 വർഷം ഗിന്നസിലുണ്ടായിരുന്നു. ജീവ, ഋതുവിന്റെ പേരെന്താണെന്നറിയോ? ശരിക്കുള്ള പേര് ഗിന്നസ് ഋതു എന്നാണ്. പിന്നെ അങ്ങനെ നമുക്ക് ഇൻട്രോ കൊടുക്കാം. ഈ സ്റ്റാർട്സിനെ വളരെ ഗംഭീരമായിട്ട് ചെയ്യുന്ന ഒരാളാണ്. KS പ്രസാദും ഗിന്നസ് ബക്രുവും കഴിഞ്ഞാൽ അടുത്ത ഗിന്നസ് ഋതുവാണ് നമുക്ക് പെർഫോമൻസ് ബേസിൽ കിടിലോ എന്ന് പറയുന്നത്. ഇദ്ദേഹം കിടിലോ ആർട്ടിസ്റ്റാണ്. അവർ ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ അനുകരിക്കുന്ന ഒരാളാണ്. സ്പോട്ടപ്പ് എന്ന് പറയുന്നത് അഭിലാഷ് മല്ലിശ്ശേരിയും ഋതുവും കൂടെ നിന്നിട്ട് നമ്മുടെ ഒരു സ്പോട്ടപ്പ് ചെയ്യും സ്ഥിരം. അത് അടിപൊളിയാണ്. അത് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ഈ ഐറ്റം ഒക്കെ കുറെ കയറിയാണല്ലോ പോകുന്നത്. ഇവരെല്ലാം കഴിയുമ്പോൾ ലാസ്റ്റ് മൊമെന്റ് ഏറ്റവും അവസാനം അതിന് കയ്യടി മേടിക്കാന്ന് പറയുന്നുണ്ടല്ലോ. അത് അതിന്റെ പെർഫെക്ഷൻ അടിപൊളി കേട്ടോ. അത് തന്നെയല്ല, മലയാളം മാത്രമല്ല, ഹിന്ദി, തമിഴ്, എല്ലാ ഭാഷകളും പാടും. അതാണെങ്കിലും ഉള്ളിലെ കലാകാരനെ നമുക്ക് അവന്റെ സ്പോട്ട് ചെയ്തില്ലേ? അപ്പൊ അടുത്ത പാട്ട് കേട്ടിട്ട് നമുക്ക് സ്പോട്ടിലേക്ക് പോകാം. സ്പോട്ട് ചെയ്യാം. അടുത്ത സ്പോട്ട് ചെയ്യാം. അങ്ങനെ സ്പോട്ട് കേട്ടിട്ട് പാട്ടിലേക്ക് പോവാം. സ്പോട്ട് കണ്ടിട്ട് പോകുന്നതായിരിക്കും അടിപൊളി. ഞങ്ങൾ നിന്നെ പറഞ്ഞ് പൂഴ്ത്തി വെച്ചിരിക്കുക, അത് കാണാം. അതെ പൊളിക്കാം. ഈ കേസ് തോറ്റു കഴിയുമ്പോ പുതിയ അപ്പീലായിട്ട് അങ്ങനെ വന്നാ വെട്ടി അരിഞ്ഞ് ചെളി താഴ്ത്തുവന്ന് വിജയുടെ അച്ഛൻ എഴുതിയ വിൽപത്രം എന്റെ കയ്യിൽ ഉളർത്തുന്ന കാലം നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ? എന്നിട്ടാ വിൽപത്രം ഇവിടെ വിനോദ് സാറിനെ ചതിച്ച് ജയിലിലാക്കിയവരോട് ലക്ഷ്മിക്ക് തീർത്താൻ തരാത്ത വൈരാഗ്യം ഉണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതൊരു കൊലപാതകത്തിൽ അവസാനിക്കുന്നത് ഞങ്ങൾ ആരും കരുതിയില്ല. അളിയൻ അറിയാനിട്ടാ, ഞാൻ ഇവിടെയും കൊണ്ട് കറങ്ങാത്ത ഒറ്റ സ്ഥലം പോലും ബാക്കിയില്ല അല്ലേടി. ഈ പെണ്ണെന്ന സാധനത്തിന് വേണ്ടി നമ്മൾ വാശി തമ്മിലിടയരുത്. ഒരുത്തി പോയാൽ മറ്റൊരുത്തി. എന്റെ കാര്യത്തിൽ പെണ്ണൊരു ഇഷ്യൂ അല്ല. നിനക്കറിയോ, ആ മന്ത്രിയുടെ മോളെ വെച്ചോണ്ട് ഒരുപാട് കാശുണ്ടാക്കാമായിരുന്നു. എല്ലാം നശിപ്പിച്ചില്ലേ നിന്റെ ഇച്ഛായൻ? നിനക്ക് ജോർജ് കുട്ടി അറിയില്ല. ഇത് കണ്ടോ?
1 കോടി 1 കോടി രൂപയാ. ഇങ്ങനെ പല കോടികളും ഞാൻ ഉണ്ടാക്കിയത് ഇതേപോലെ പെണ്ണ് കച്ചവടം നടത്തി തന്നെയാ. വാ കൃഷി, വാ നമുക്ക് രക്ഷപ്പെടാം. എന്നാ പോലീസിനെ പറഞ്ഞ് നീ മനസ്സിലാക്ക്, ഞാൻ വക്കീലുമായി വരാം. ഋതുവിന് ഒരു നല്ല കൈയടി. അടിപൊളി. നല്ല പെർഫെക്ഷൻ ഉണ്ടായിരുന്നു. വാട്ട്സ് നെക്സ്റ്റ് ഋതു? ഒരു സ്പോട്ട് കൂടെ ഉണ്ട്. ആവാം. ചേട്ടാ ഒരു നാരങ്ങ സോഡ. ചേട്ടാ ഈ പള്ളി പുത്തൻകുടിയിലെ തോമാച്ചാന്റെ മോനലിയോ? അമേരിക്കയിലെ ബോംബായിൽ നിന്ന് വന്ന്. എങ്ങനെ മനസ്സിലായി? തോമാച്ചാനെ മുറിച്ച മുറിയല്ലയോ? എനിക്കറിയാമല്ലേ. അല്ല, സാധനങ്ങളൊക്കെ എന്ത് ചെയ്യേ? ചെയ്താറെന്ന് പോലീസിന് പിടികിട്ടില്ല, പക്ഷെ പാർട്ടിക്ക് കിട്ടി. 25 വയസ്സുള്ള ചെക്കനെ കുമ്മാട്ടിക്കുളത്തിന് മുന്നിൽ കൊണ്ട് MLA ചാത്തമാഷിന് മുന്നിൽ. മാഷ് അവനോട് പറഞ്ഞു, നീ ചെയ്തത് തെറ്റല്ല, ചെറുത്തു നിൽപ്പാ. പക്ഷേ നീ ഇനി എന്ത് ചെയ്യുമ്പോഴും നിയമം വേണം നിന്റെ കൂടെ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് മാഷ് അവനെ പോലീസ് ചെയ്തു. അവൻ്റെ പേരാണ് അയ്യപ്പൻ നായർ. കണ്ടറിയണ കൊശി, നിനക്കിനി എന്താ സംഭവിക്കാന്ന്? എൻ്റെ വീടിൻ്റെ ചുവരിൽ ഒരുപാട് പേരുടെ പടമൊന്നുമില്ല, ഒരാളുടെ പടവേ ഉള്ളു, എൻ്റെ തന്തയുടെ. മാപ്പ് ജയം പറയൂല. നോ ഡോണ്ട് അണ്ടർഎസ്റ്റിമേറ്റ് ദ കാറ്ററിംഗ് പീപ്പിൾ. ലുക്കുണ്ടെന്നേ ഉള്ളൂ, ഞാൻ വെറും ഊളയാണ്. രമണൻ, ഈ നാട്ടിലെ ആർക്കെങ്കിലും കാശിന്റെ ആവശ്യം ഓടി എൻ്റെ അടുത്ത് വരും. പേർത്തന്റെ കയ്യിരിക്കണ കാശ് നമ്മുടെ പോക്കറ്റിൽ എത്തിക്കുന്നതല്ലേ? അതൊരു കലയല്ലടാ. എനിക്ക് കലി കൊണ്ട് വല്ല കാര്യമുണ്ടോ? കാശും മണ്ണൊക്കെ അലമാരി വെച്ച് പൂട്ടി വെച്ച് മനുഷ്യരുടെ ഉറക്കമുണ്ട്, ഭൂതം നിധി കാക്കുന്ന പോലെ. അത് കണ്ടു കഴിയുമ്പോൾ എനിക്കൊരു തരിപ്പ് വരും സാറേ. ആ തരിപ്പോട് കൂടി മോഷ്ടിക്കാൻ കിട്ടുന്ന സുഖം ആളില്ലാത്ത വീട്ടിൽ നിന്ന് കിട്ടത്തില്ല സാറേ. അതുകൊണ്ടാ. അവൻ്റെ മകനും ഇവൻ്റെ മകനും മറ്റവൻ്റെ മകനും കൂടിയല്ലേ ഇപ്പം മലയാള സിനിമ ഉണ്ടാക്കുന്നത്. ഇവിടെ എൻ്റെതായ സ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്ന സ്ട്രെസ്സിനിടയിൽ ചിലപ്പോൾ 3-4 ബിരിയാണി ഞാൻ കൂടുതൽ കഴിച്ചെന്നില്ല. അതിൻ്റെ പേര് ഞാൻ തടി വെച്ചാ എന്തിനും നെഗറ്റീവ് മാത്രം പറയുന്ന ചില സോഷ്യൽ മീഡിയ എന്നെ ബോഡി ഷെയിം ചെയ്യും, ആ വാരശൂരൻ കളിയാക്കും. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ. ഒരു വലിയ കൈയടി ഋതുവിന്. അല്ല, അറിഞ്ഞില്ല കേട്ടോ, ഇത്രയും നല്ലൊരു കലാകാരൻ അതിലെ ഫോണുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതെന്ന് അറിഞ്ഞേയില്ല കേട്ടോ. അല്ല, ഇവരാണ് ഗ്രൂം ചെയ്ത് വിടണത്. അതെ സത്യമല്ല, ഗംഭീരമായിട്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കേൾക്കുന്നത് കേട്ടോ. നിങ്ങൾ പിന്നെ നേരത്തെ കണ്ടും കേട്ടും ഒക്കെ പരിചയമുള്ളതല്ലേ, പക്ഷെ എനിക്കറിയില്ലായിരുന്നു. ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. പാട്ടും സ്പോർട്ടും അടിപൊളി. അല്ല ജീവ, നമ്മളിപ്പോഴും പ്രേക്ഷകരോട് പറയുന്നത് ഇത് ഐറ്റം വേറെ എന്ന് പറയുന്ന പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് കഴിവുള്ള കലാകാരന്മാരുണ്ട്. തീർച്ചയായിട്ടും ഈ കലാകാരന്മാർ പെർഫോമൻസ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ തമ്മിൽ അറിയാവുന്നത് കൊണ്ടാണ് നമ്മൾ തമാശകൾ പറയുന്നത്. പല വേദികളിലും ഇത്രയും പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം അത്ര കഴിവുള്ള ആൾക്കാരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എന്നൊരു സന്തോഷ വാർത്ത കൂടി ഞാൻ ഈ സമയത്ത് പറയുകയാണ്. കാരണം ഋതു ഇന്ന് വന്ന സ്റ്റേജിൽ പാട്ട് പാടി, പക്ഷെ പാട്ട് പാടുന്നതിലുപരി ഋതുവിൻ്റെ ഈ പെർഫോമൻസ് കാണാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. കാര്യം നിങ്ങൾ ശരിക്കും മിമിക്രി ചെയ്യുന്ന ഒരാളാണ്. വേദിയിൽ മിമിക്രി ചെയ്ത് സ്പോട്ടപ്പ് ചെയ്ത് അത്ഭുതം സൃഷ്ടിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ ഇത്രയും ആർട്ടിസ്റ്റുകളെ, എനിക്ക് പ്രത്യേകിച്ച് ഞാൻ നിവിൻ്റെ അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് നിവിൻ്റെ മാത്രമല്ല, നന്നായി. പക്ഷേ കലിംഗ ശിഷ്ടി എല്ലാം അടിപൊളിയാണ്. ഋതു എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള അല്ലേ ഗ്രൂമറാണ്. കാരണം ശശാങ്കൻ, രാജേഷ് പണവള്ളി, അവരൊക്കെ കളിച്ച് നല്ല പരിചയമുള്ള. കാരണം ഇവിടെ വരുന്ന നമ്മളിപ്പോൾ 75 അല്ലെങ്കിൽ 1 ലക്ഷം അങ്ങനെ 1.30 അടിക്കുന്ന ആളുകളോട് നമ്മൾ ചോദിക്കുമല്ലോ, അവരെ ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യം ഗ്രൂമേഴ്സിനെയാണ് അല്ലേ. അതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവ് ഇതാണ്. അവരുടെ കഴിവാണ് ഏറ്റവും വലുത്. അവർ ഇങ്ങനെയുള്ള കഴിവുള്ള ആൾക്കാരാണ് നമ്മൾ ഗ്രൂം ചെയ്താൽ നിർത്തിയാണത്. ഇപ്പോഴും ഇതുപോലെ ഫ്ലോർ കിട്ടിക്കഴിഞ്ഞാൽ 100 കളിക്കുന്ന ആളുകളാണ് അവര്. തീർച്ചയായിട്ടും ഞാൻ അവരുടെ ഒരു പൂണ്ടുവിളയാട്ടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ശരിക്കും ഒരു പാട്ടുണ്ട്, അതോട് കേൾക്കാം. ഓക്കെ, പാട്ട്.
ഈ കൈലാസം ഈ വർണ്ണലോകമൊരു കൈലാസം തുടികളിൽ തിരകളിൽ തുടികളിൽ വെൺതിരകളിൽ പൊന്നുടവാൾ മുലയാൽ ഉലകിൽ നിറയണൊരിന്ദ്രമേഘവർഷം താളമേളഘോഷം കുമ്പെടു കുടലെടു മാളോരെ ഇനി തണ്ടട് തടയട് മേലോരെ കുമ്പെടു കുടലെടു മാളോരെ ഇനി തണ്ടട് തടയട് മേലോരെ തട്ടിത്തുളുമ്പി മുട്ടിക്കലമ്പി വെട്ടിത്തിളങ്ങി വന്നേ പല തുള്ളിയിൽ മണ്ണിലിരുന്നു തെളിഞ്ഞേ കുടിവെള്ളാട്ടം തട്ടിത്തുളുമ്പി മുട്ടിക്കലമ്പി വെട്ടിത്തിളങ്ങി വന്നേ പല തുള്ളിയിൽ മണ്ണിലിരുന്നു തെളിഞ്ഞേ കുടിവെള്ളാട്ടം മണിമേഘക്കുടമിന്നമൃതമൃതായിരമൊഴിയുന്നേ നിറമാരിക്കാവഴി തകൃതകൃതമൃത് പൊഴിക്കുന്നേ കുളിരക്കുളിരിൽ തെളിനീർക്കരവിൽ ഒരു മക്കളമത്തള തകിലടി തുടരവേ അലകളിൽ ഇലകളിൽ അരുളിമ തഴുകിയ പുലരിയിൽ അലിയുമൊരിരുളലയകളെ കൊമ്പെടു കുഴലെടു മാളോരെ ഇനി തണ്ടെടു തടയട് മേളോരെ കൊമ്പെടു കുഴലെടു മാളോരെ ഇനി തണ്ടെടു തടയട് മേളോരെ മിന്നിക്കുണുങ്ങി കന്നിക്കിനാക്കൾ പാടി ഒരു രാക്കിളി വീണയിൽ അക്കിളി പാടി കൊൽക്കളി ഒന്നിൽ തിളങ്ങി മിന്നിക്കുണുങ്ങി കന്നിക്കിനാക്കൾ പാടി ഒരു രാക്കിളി വീണയിൽ അക്കിളി പാടി കൊൽക്കളി വെട്ടം അക്കാലയുടെ മേലെ മഴവിൽ പൂപ്പത്ത് ഇക്കാടും കരയുടെ അഴകിൽ മുത്തടി മുത്താട്ടം അടവോടടവിൽ തിരുവാൾമുലയിൽ ഹരിതച്ചടതത്തിനിലകളിൽ പടനില മിടകണ പടവുക കയറിയ മിടകിട അടിതട തടവിയ മുയരെ കുമ്പെടു കുഴലെടു മാളോരെ തണ്ടെടു തടകട് മേളോരെ തുടി തുടി ഇളകണ വെള്ളം ഇനി തിരകളിൽ ഉണരണ ഉള്ളം കൈലാസം ഈ കൈലാസം ഈ വർണ്ണലോകമൊരു കൈലാസം തുടികളെ തിരകളെ തുടികളെ വെൺതിരകളെ പൊൻകുടവാൾ മുനയാൽ ഉലകിൽ നിറയണൊരിന്ദ്രമേഘവർഷം ഈ ചാണമേളഘോഷം കുമ്പെടു കുഴലെടു മാളോരെ ഇനി തണ്ടെടു തടയട് മേളോരെ കുമ്പെടു കുഴലെടു മാളോരെ ഇനി തണ്ടെടു തടയട് മേളോരെ കുമ്പെടു കുഴലെടു മാളോരെ തണ്ടെടു തടയട് മേളോരെ കുമ്പെടു കുഴലെടു മാളോരെ ഇനി തണ്ടെടു തടയട് മേളോരെ ഋതുവിന്റെ വിജയം. പക്ഷെ ഒരു കാര്യം പറയണം, നമ്മൾ ഒരുപാട് പേര് സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ലാസ്റ്റ് ഒരു മൂന്നാമത്തെ നാലാമത്തെ പാട്ടാകുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ചോദിക്കണം അടിച്ചുപൊളി പാട്ടൊന്നും ഇല്ലേ? അടിച്ചുപൊളി പാട്ട് പാടാൻ മുതുകുളത്തിന് നിളക്കാൻ അവൻ കൊല്ലത്തുനിന്ന് വരേണ്ട വന്നു. ഓ ഋതുവിന് കൈഡി. നീ നേരത്തെ അവർ പറഞ്ഞു, അത് പ്രചോദനം പറഞ്ഞു, അഭിലാഷ് നമ്മുടെ മലശ്ശേരിയായിട്ടൊരു സ്പോട്ട് ഡബ് നിങ്ങൾ സ്പെഷ്യലി ചെയ്യാറുണ്ട്. അതൊരു ദിവസം നമുക്ക് വേണ്ടി ചെയ്യണം. ഓക്കെ, ഇതെന്ന് പറഞ്ഞ ഒരു ടെക്നീഷ്യനെ നമുക്കറിയാം, ഒരു ഗ്രൂമറിനെ നമുക്കറിയാം, പക്ഷെ ഒരു കലാകാരനായിട്ട് ഉള്ള ഋതുവിനെ ഞങ്ങൾ ഇന്ന് അറിഞ്ഞു. നല്ലൊരു കലാകാരൻ. താങ്ക് യു സോ മച്ച്. അപ്പോ എന്താ പറയാ, ഋതുവിനെ പറഞ്ഞു വിട്ടെ, ഇടയ്ക്ക് ആശ്രമത്തിൽ കാണാം, ഡാൻസ് കളിക്കാം. പിന്നെ ഇതേപോലെ ഇതൊരു തുടക്കം മാത്രം. ഇനിയിപ്പോ നമ്മള് ശശാങ്കണ്ണൻ വരാനുണ്ട്, രാജ് പാണാളി വരാനുണ്ട്, അങ്ങനെ ഓരോരുത്തരായിട്ട് നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ മുത്തേ, താങ്ക് യു. അപ്പം താങ്ക് യു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുന്നു. ചിരിച്ചു ആവശ്യത്തിന്.
ഇനി റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഉഷാറായിട്ട് വരാം. തീർച്ചയായിട്ടും നമ്മുടെ മുതുകുളത്ത് വന്ന എല്ലാ ചേച്ചിമാർക്കും ഒരു നല്ല കൈയടി. അവര് മുതുകുളം ഹരിതകർമ്മ സേനയിലെ ചേച്ചിമാരാണ്. നിങ്ങൾ നല്ല ഉഷാറായിട്ടിരുന്നു കേട്ടോ. ഇതേപോലെ പവറിൽ അടുത്ത എപ്പിസോഡ് ഇരിക്കണം. എന്നാ പിന്നെ പോയിട്ട് അടുത്ത എപ്പിസോഡിൽ വരാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഗുഡ് നൈറ്റ്. Flowers comedy.